ഗ്രീൻ പീസ് കറി ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടാ. നല്ല ടേസ്റ്റാണ്. അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യട്ടാ. തലേന്ന് രാത്രി ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നട്ടാ. ഇനി നമുക്ക് ഗ്രീൻ പീസ് കറി റെഡിയാക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച വെളിയുള്ളി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. വേറെ സ്പൈസസ് പൗഡറൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളകിൻ്റെ എണ്ണ ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഗ്രീൻ പീസ് അവിടെ കുക്കായി വരുമ്പോഴത്തേന് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണേ. എന്നിട്ട് കുക്കായി വന്ന ഗ്രീൻ പീസിലേക്ക് ഈ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഈ കറിയിലേക്ക് ഈ തൂമിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മളെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിക്കണേ.